വാർത്തകളിലേക്ക് പോകാം. ചെങ്ങന്നൂരിൽ UDF സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന ബാബു പ്രസാദിനെതിരെ AICCക്ക് പരാതി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ലിജോ ഈരയിലാണ് രേഖാമൂലം പരാതി നൽകിയത്. ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതി നൽകിയ ആളുടെ ബന്ധുവാണ് ബാബു പ്രസാദ് എന്നും സ്ഥാനാർത്ഥി ആക്കരുതെന്നുമാണ് ആവശ്യം. മനീഷ് മഹിവാൽ ചേരുന്നു. മനീഷ്, AICCക്ക് പോയിട്ടുള്ള പരാതിയിൽ എന്താണ് പറയുന്നത് ബാബു പ്രസാദിനെതിരെ? നിലവിൽ DCCയുടെ പ്രസിഡന്റാണ് ബാബു പ്രസാദ്. നേരത്തെ ഹരിപ്പാട് MLA ആയിരുന്നു. ഹരിപ്പാട് രമേശ് ചെന്നിത്തല മത്സരിക്കാനായി കാലങ്ങൾക്ക് മുൻപേ വന്ന സമയത്ത് അവിടെ നിന്നും മാറിക്കൊടുത്ത നേതാവ് കൂടിയാണ് ബാബു പ്രസാദ്. നിലവിൽ ചെങ്ങന്നൂർ മണ്ഡലത്തിലേക്ക് ആദ്യം പരിഗണിച്ചിരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കൂടിയായിട്ടുള്ള ബിനു ചുള്ളിലിനെയാണ്. പക്ഷേ അവസാന ഘട്ടത്തിൽ ബിനു ചുള്ളിലിനെ മാറ്റി ബാബു പ്രസാദിന്റെ പേരുകളിലേക്ക് എത്തിയ സന്ദർഭത്തിലാണ് ഇപ്പോൾ ബാബു പ്രസാദിനെതിരായി നീക്കം നടക്കുന്നത്. ബാബു പ്രസാദിന് നിലവിൽ AICCക്കാണ് പരാതി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ലിജോ ഈരയിൽ രേഖാമൂലം AICCക്ക്, അതായത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉമ്മൻചാണ്ടിക്കെതിരെ നടന്ന സോളാർ പരാതിയിൽ അന്ന് വ്യാജ പരാതി നൽകിയ ആളുടെ ബന്ധുവാണ് ബാബു പ്രസാദ്. സ്ഥാനാർത്ഥിയാക്കിയാൽ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതലുള്ള ക്രിസ്ത്യൻ വോട്ടുകളാണ്. അങ്ങനെ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ഈ ബാബു പ്രസാദിനെ ലഭിക്കുകയില്ല. അത് സാമുദായിക ജാതി സമവാക്യങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ജനവികാരം മനസ്സിലാക്കി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണമെന്ന ആവശ്യം. അവിടെ മത്സരിക്കുന്നത് ഇടത് സ്ഥാനാർത്ഥി മന്ത്രിയും CPMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം കൂടിയുള്ള സജി ചെറിയാനാണ്. അതുകൊണ്ട് സജി ചെറിയാനെതിരെ ശക്തനായ സ്ഥാനാർത്ഥി വേണം. ബാബു പ്രസാദ് ശക്തനല്ലെന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതി നൽകിയ ആളുടെ ബന്ധു കൂടിയാണെന്നുള്ള പരാതിയാണ് നിലവിൽ AICCക്ക് ഈ കോൺഗ്രസ് പ്രവർത്തകർ നൽകിയിട്ടുള്ളത്. റോഷ്നി, യെസ്, അപ്പോൾ ചെങ്ങന്നൂരിലും കാര്യങ്ങൾ അത്ര സുഖകരമല്ല. ഇതിപ്പോൾ AICCക്ക് പരാതി പോയിരിക്കുകയാണ്. ബാബു പ്രസാദിനെതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. മനീഷാണ് അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.